കോഴ്സ് ഞാൻ എഴുതണ ഒരു ബുക്കുണ്ട്. ആ ബുക്കാണിത്. ഒരുപാട് നോട്ട് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ കുറച്ച് മാത്രം എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ബ്ലഡ്, ബോണ്, അങ്ങനെ സർക്കുലേറ്ററി സിസ്റ്റം അങ്ങനെയൊക്കെ തന്നെ പഠിക്കാറുണ്ട്. ബോഡിയെ പറ്റി, ഹാർട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഒന്നീ നോട്ട് എഴുതും, അല്ലെങ്കിൽ കുറച്ച് പഠിച്ചിട്ട് നോട്ട് എഴുതും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. തുടച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തുടച്ച് കഴിഞ്ഞതേ ഉള്ളൂ. വെള്ളം ഉണങ്ങിയിട്ടില്ല. ഇതെന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 ശർക്കര എടുത്ത് ഉരുക്കി, കുറച്ച് വെള്ളം വീത്തി തീ കുറച്ച് വെച്ച് ഉരുക്കിയതിന് ശേഷം അത് ഉരുക്കി വന്നതിന് ശേഷം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തീയാക്കി അതിനെ ഫുള്ള് ഉരുക്കിയെടുത്തു. എന്നിട്ട് ഞാൻ നല്ലതാണെന്ന് തോന്നിയിട്ട് അരിക്കാനൊന്നും നിന്നില്ല. അതിലേക്ക് ഒരു ചെറിയ തേങ്ങ തിരുകിയത് മൊത്തം ആഡ് ചെയ്തു. ഒരു 1.5 കപ്പ് അവിൽ ആഡ് ചെയ്തു. കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, ഏലക്ക പൊടിച്ച് ഒരു 10 ഏലക്ക പൊടിച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചു. ആക്ച്വലി പഞ്ചസാരയുടെ ആവശ്യം ഇതിനില്ല, പക്ഷേ ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇടണമായിരുന്നു. അതുകൊണ്ട് അതിനെ പൊടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇലയപ്പം പോലെ ഉണ്ടാക്കും. വാഴയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കുക. എന്തായാലും തിന്നിട്ട് അഭിപ്രായം പറഞ്ഞുതരാം. ഞാൻ ഇലയപ്പം നെയ്യും ഏലക്കയൊക്കെ ചേർത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ശർക്കരയും തേങ്ങയിട്ട് സ്റ്റഫ് ചെയ്ത് നമ്മൾ ഇലയപ്പം സാധാരണ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഏലക്ക പഞ്ചസാരയൊക്കെ കുറച്ചിട്ട് ഒന്ന് ഗ്രാൻഡ് ആക്കിയാണ് വെച്ചേക്കണം. അപ്പോൾ അതൊന്ന് ആവിയിൽ പുഴുങ്ങി എടുക്കാം. എന്നിട്ട് ഞാൻ കഴിക്കുമ്പോൾ ഇപ്പോൾ മണി 3:45 ഒരു 4:30-5 മണിയാകുമ്പോൾ ചായ ഇട്ട് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുവാണ്. അപ്പോൾ കാണിച്ചു തരാം. എന്തായാലും അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം. കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരിതായാലോ എന്ന് കരുതി ഞാൻ ചിലപ്പോഴേ എടുക്കുകയുള്ളൂ. നോക്കട്ടെ. ആക്ച്വലി ഞാൻ ചോറ് കഴിച്ചു, പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തില്ല. താഴെ ഇരുന്ന് എല്ലാവരുടെയും കൂടെ കഴിച്ചു. ഇത് ചക്ക പൊളിച്ചെടുത്തതാണ് ഉച്ചയ്ക്ക് ചക്കക്കറി ഉണ്ടാക്കാൻ. ഇത് വാഴയില. അപ്പോൾ ഇതൊന്ന് ഒതുക്കണം. ഉണുമേശ മാത്രമേ ഒതുക്കാവുള്ളൂ. ബാക്കി താഴെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. മതിയെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഉണ്ട്, എടുക്കാം. തൽക്കാലം ഇത്രയും മതി. കഴുകിയെടുക്കാം. മാവ് ഇടിയപ്പത്തിന് മിച്ചം വന്ന മാവാണ്. ഇതിനെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കുഴച്ചിട്ട് കാണിച്ചു തരാം. ആവശ്യത്തിന് അരിപ്പൊടി എടുത്ത് വേണമെങ്കിൽ ഒരല്പം ഉപ്പിട്ട് പച്ചവെള്ളം വീതി കുഴച്ചെടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഇനി വീഡിയോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയ പാത്രമാണ്. അതുപോലെ എടുത്ത് വെള്ളം വീതി വെച്ചിട്ടുണ്ട്. ഇത് ഇല ഞാൻ വാട്ടിയിട്ടില്ല. ഇല വാട്ടിയിട്ടാണോ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇല വാട്ടാതെ ഒരെണ്ണം വെച്ച് നോക്കാം. ശരിയാവുകയാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. ഇത് ശരിയാക്കിയിട്ട് കാണിച്ചു തരേ. മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചിട്ട് കാണിച്ചു തരാം. നെല്ല് വീഡിയോ എടുത്തോട്ട് നെല്ല് നോക്കിട്ട് വെന്തില്ല. ഇത് വെന്തെന്ന് നിങ്ങൾ പറഞ്ഞ ഇത് കാണുമ്പോൾ അറിയാം. ഞാനാണെങ്കിൽ ഇത് എന്തോ നിലയപ്പം എടുത്തുകൊണ്ട് വന്നപ്പോൾ അത് വെന്തില്ല. അങ്ങനെ തിരിച്ച് വേവിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് എടുത്ത് വെച്ച് ഇപ്പോൾ കഴിക്കാം. എന്നിട്ട് വൈകിട്ട് അത് കഴിക്കാം. കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ
ടേസ്റ്റ് ഉണ്ടായില്ലേ എന്നൊക്കെ. എടുത്തോ, ഇതൊന്ന് ഇളക്കി എടുക്കാൻ പറ്റും നോട്ട്. വെന്തിട്ടുണ്ട്. അപ്പോൾ ഇലയപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇലയപ്പത്തിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. നെയ്യ്, ഏലക്കപ്പൊടി, കുറച്ച് പഞ്ചസാര, അവൽ, തേങ്ങ, ശർക്കര ഇത്ര ഇട്ടാണ് കുഴച്ചിട്ടുള്ളത്. ഇത് ശർക്കര ഉരുക്കിയിട്ട് അതിലാണ് എല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്തത്. അത്രയേ ഉള്ളൂ. ഇപ്പം മണി 5:50 ആയിട്ടുണ്ട്, 5:52. അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. അത് ഫുള്ള് ഞാൻ കാണിക്കലില്ല, ഞാൻ പറഞ്ഞുതരാം. കുളിച്ചിട്ട് വന്നിട്ട് 21 ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അതൊരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെന്ത് കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നടന്നാലേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അത് പ്രാർത്ഥിക്കണം, വേറെ രാമനാമം ജപിക്കണം, പിന്നെ വിളക്ക് കത്തിക്കണം. ഇത്ര എൻ്റെ ഇതാണ്. ഇപ്പോൾ 21 ദിവസമായിട്ട് ഇപ്പോൾ കഴിയാറായി. ഇനി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. 10-ാം തീയതി, മെയ് 10 ആകുമ്പോൾ അത് കഴിയും. അപ്പോൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി കാണാം. ഓക്കെ. താരനുണ്ട്, അപ്പം നല്ല മുടി തൊഴിച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ കാച്ചിയ ഒരു എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാരഷൂട്ടിൻ്റെ ഫുൾ കളർ ബ്ലൂ ബോട്ടിലുണ്ടല്ലോ, അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ താരനും മുടി കൊഴിച്ചിലും കുറഞ്ഞിട്ടില്ല. അപ്പം താരന് ഞാൻ ഇംഗ്ലീഷ് മരുന്നാണ് പ്രിഫർ ചെയ്തത് പെട്ടെന്ന് മാറാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഗുളികയുണ്ട്, ഷാമ്പു ഉണ്ട്, ഡോക്ടറെ കാണിച്ച് വാങ്ങിച്ചത്, അത് കഴിക്കണം. പിന്നെ കാച്ചി എണ്ണതാ, ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വീഡിയോ ഇതിലിടണമെന്നൊന്നും വിചാരിച്ചിരുന്നതല്ല. ഇങ്ങനെ ചുമ്മാണ് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പൈപ്പ് തുറന്നിട്ടേക്കുവാണ്, അതിൻ്റെ സൗണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ആക്ച്വലി ഇതിൽ മൈലാഞ്ചി, ചെമ്പരത്തി പൂ, ചെമ്പരത്തി ഇല, പിന്നെ ഉലുവ, പിന്നെ 2 സവോള, പിന്നെ ഏകദേശം ഇത്രയും സാധനങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ കൈ തോന്നി അത് കിട്ടിയതുകൊണ്ട് അതും ഇട്ടു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കാച്ചി എടുത്തതാണ്. ഇത് കുറച്ച് മൂത്തത് കുറഞ്ഞു പോയി എന്ന് അമ്മ പിന്നെ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ വേസ്റ്റ് പോലെ ഇരിക്കുമല്ലോ പിഴിഞ്ഞെടുക്കേണ്ട, അത് കുറച്ച് പൂത്തുപോയി അതവിടെ വെച്ചിരുന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് മൂത്തത് കുറവാണ്. എന്നാലും ഞാൻ കാച്ചിയെടുത്ത എണ്ണയാണ് ഇപ്പോൾ തേക്കുന്നത്. ഇത്രയും ഒരു കുപ്പിയുണ്ട്, ഇതൊരു മാസയുടെ കുപ്പിയിൽ ഞാൻ ഒഴിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും തേച്ചിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എൻ്റെ കുറുക്ക് വരെയാണ് ഇപ്പോൾ മുടിയുള്ളത്, കുറച്ചുകൂടി നീളം വയ്ക്കുവാണ്. അതുപോലെ മുടി തൊഴിച്ചിൽ മാറുകയാണെങ്കിൽ ഞാൻ ഇത് ഡീറ്റെയിൽഡായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് വീഡിയോ ഇടാം. ഞാൻ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള ഉലുവയാണ്, സാധാരണ ആരും ആഡ് ചെയ്യാത്തതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നെല്ലിക്ക ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് നെല്ലിക്ക. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്ത് ഇപ്പോൾ ഇതാണ് തേക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും വന്നു തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇത്ര ഈ ഒരു ടിന്നയാണ് നിറഞ്ഞാണ് ഇരുന്നത്, ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഫുള്ള് തേച്ചതിന് ശേഷം എന്തെങ്കിലും നല്ല ഗ്രോത്ത് മുടിക്കുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ സെൽഫ് കെയർ, സെൽഫ് ലവ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാമില്ല, ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല. ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. പക്ഷേ ഇപ്പം ഞാൻ സ്പിരിച്വാലിറ്റിയിലൊക്കെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിക്കണം. അപ്പം മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളടുത്തൊരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ വരുള്ളൂ. അല്ലാണ്ട് നമ്മളെ സ്നേഹിക്കാതെ മറ്റൊരാളിൽ നിന്ന് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, കിട്ടില്ല. അപ്പം നമ്മളെ മാക്സിമം സ്നേഹിക്കുക, സ്വാർത്ഥത പാടില്ല. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള നേട്ടങ്ങളൊന്നും വേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെ സ്നേഹിക്കുക. അപ്പോൾ നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ ഞാൻ ഇപ്പോൾ മീഷോയിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു 1500 രൂപയ്ക്കൊക്കെ കണക്കാക്കി. അതിപ്പോൾ ഉടനെ വരും, ഞാൻ കാണിച്ചു തരാം, വ്ളോഗിൽ അത് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ പല്ല് തേച്ചിട്ടില്ല, വാ കഴുകിയിട്ടുണ്ട്. ഇലയപ്പം എല്ലാവർക്കും ഇഷ്ടമായി, സാധാരണ ഉണ്ടാക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഞാൻ അങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്, നെയ്യൊക്കെ ചേർത്ത് കുറച്ച് അവലും ഏലക്കപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ടാണ് ആ ടേസ്റ്റ് വന്നത്. അപ്പോൾ ഇനി ഇത് തേച്ചൊന്ന് കുളിക്കണം. ഞാൻ അങ്ങനെ വെച്ചേക്കാറില്ല, എനിക്ക് രാത്രി മൊത്തമൊക്കെ വെച്ചിരുന്നാൽ എനിക്ക് ഇത് വരും,
തലവേദന എങ്ങാനും വന്നാലോ എന്ന് കരുതി ഞാൻ അങ്ങനെ വെച്ചേക്കാറില്ല. തേച്ച ഉടനെ കുളിക്കും. വേണമെങ്കിൽ 1-2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വെച്ചിരുന്നിട്ട് കുളിക്കാം. ഇനി ഞാൻ പ്രാർത്ഥിക്കണ ഇത് പേപ്പർ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അത് എഴുതിയിരിക്കണം എന്താണെന്ന് ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് എനിക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഈ സ്പിരിച്വാലിറ്റിയിൽ വന്നതിന് ശേഷം എൻ്റെ ഗുരു തുല്യയായ ഒരു മാം പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് കറക്റ്റ് ഒരു വീഡിയോ അതിനെപ്പറ്റി ചെയ്തു തരാം. അത്രയേ ഉള്ളൂ. ഇതിലാണ് ഞാൻ മന്ത്രം എഴുതി വെച്ചിട്ടുള്ള. അപ്പോൾ അത് കുളിച്ചിട്ട് ഈ പേപ്പറും കൂടെ എടുത്തുകൊണ്ട് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. 108 തവണ പ്രാർത്ഥിക്കും. അതായത് ആ മന്ത്രം പറയും, അത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനൊന്നും അറിഞ്ഞുകൂടല്ലോ, അതുകൊണ്ട്. ഇത് അമ്മയുടെ നൈറ്റിയാണ്. ഇത് പുതിയതായപ്പോഴേ ഞാൻ എടുത്ത് വെച്ചതാണ്. വിളക്കൊക്കെ കത്തിക്കുന്ന സമയത്ത് അധികം അങ്ങനെ തൊടാത്ത ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇടുക. അത് പുതിയ ഡ്രസ്സ് പോലെ വെച്ചേക്കും. എന്നിട്ട് നമ്മൾ കുളിച്ചിട്ട് അതെടുത്തിടും. അപ്പോൾ കുളിച്ചു, വിളക്ക് കത്തിച്ചു, പൂവൊക്കെ പറിച്ചു. കുറച്ച് പൂവേ ഉള്ളൂ, ചെമ്പരത്തി പൂവും റോസാപ്പൂവൊക്കെ കുറച്ച്. അതൊക്കെ പറിച്ചു, വിളക്ക് കത്തിച്ചു, നാമനാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ചു. അതിന് ഒരു 3 ദിവസം കൂടിയേ ഉള്ളൂ. ഈ ഞായറാഴ്ച ആകുമ്പോൾ അത് കഴിയും ആ പ്രാർത്ഥിക്കണം. ഞാൻ ഇങ്ങനെയൊന്നും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ആദ്യമായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ അത് പ്രാർത്ഥിച്ചു. ഇനി നാരായണീയം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, കൃഷ്ണൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് എഴുതി ഒരാഗ്രഹം വിചാരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ഇതുവരെ നടന്നില്ല, നോക്കട്ടെ. ഒരു കുഞ്ഞു ബുക്ക്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ഇനി പോയിട്ട് മഴ തോരും മുൻപേ എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്, അത് കാണും. മഴ തോരും മുൻപേ ഏഷ്യനെറ്റിലെ ഒരു സീരിയലാണ് 7 മണിക്ക്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാണും. ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് താഴെ പോയി സീരിയൽ കണ്ടു. ഇപ്പോൾ സമയം 6:45. അപ്പോൾ സീരിയൽ കണ്ടതിന് ശേഷം വന്നിട്ട് ടാരോ റീഡിങ് പഠിക്കാനുള്ളത് പഠിക്കുകയോ അല്ലെങ്കിൽ ടാരോ റീഡിങ് വീഡിയോസ് എന്തെങ്കിലും കാണുകയോ ചെയ്യും. അപ്പോൾ അതാണ് വിശേഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ എന്തായാലും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. വലുതായിട്ട് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാറില്ല. ഞാൻ അങ്ങ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് അങ്ങ് അപ്ലോഡ് ചെയ്യാറേ ഉള്ളൂ. അപ്പോൾ ഇലയപ്പം കൊള്ളായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ഒരെണ്ണം പറ്റുമെങ്കിൽ കഴിക്കണം, പറ്റുമെങ്കിലല്ല അത് കഴിക്കണം. പിന്നെ രാത്രി ഇടിയപ്പം കടലക്കറിയും കാണും, അത് കഴിക്കാം. അത്രയൊക്കെ ഉള്ളൂ. ഇനി ഉടനെ യോഗയ്ക്ക് പോയി ചേരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ എന്തെങ്കിലും ക്ലിപ്സ് പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം അന്ന്. ഇപ്പോഴല്ല, 2 ദിവസം കൂടി കഴിയും, എന്നിട്ടേ ചേരുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. മഴ തോരും മുമ്പേ കണ്ടു. സീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സീരിയലാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഉള്ള സീരിയലുകളിൽ എനിക്കിഷ്ടം അതാണ്. ഞാൻ അത് മാത്രമേ കാണാറുള്ളൂ. പിന്നെ പണ്ട് ഹിന്ദിയും തമിഴും ഒക്കെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ തോരും മുമ്പേ മാത്രമേ മലയാളത്തിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഇനി പോയി കഴിച്ചിട്ട് വരാം, ഞാൻ കാണിച്ചു തരാം. കട്ടൻ ചായക്ക് അടുപ്പി വെച്ചേക്കുക. ഇന്നത്തെ ഇടിയപ്പവും കടലക്കറിയും ഉണ്ട്. ഇത് തന്നെയാണ് ഡിന്നർ. രാവിലെ ഉണ്ടാക്കുന്നതന്നെയായിരിക്കും മിക്കവാറും ഡിന്നർ. കട്ടൻ ചായ, പപ്പടം. ശരിയായില്ല, വേറെ എടുക്കാം. അപ്പോൾ ഒരു ബോട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, ഞാൻ പറയണ ഒന്നും കേൾക്കണുണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തതാണ്, പക്ഷേ 8:40 ഞാൻ ഇപ്പോൾ താഴെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ മഴയത്ത് കിടന്ന് വിളിക്കണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. ഇനി ടാരോ റീഡിംഗ് ഒക്കെ ഉണ്ട്. ഹിന്ദിയുടേതാണ് ഞാൻ കാണുന്നത്, മലയാളം ഞാൻ കാണാറില്ല, തമിഴ് കാണാറില്ല. ഹിന്ദിയും ഇംഗ്ലീഷുമാണ് കുറച്ച് പേരുടെ അത് കാണുന്നത്. അപ്പോൾ ടാരോ റീഡിങ് കാണും. അത് കഴിഞ്ഞ് രാത്രി 2 ഇലയപ്പമൊക്കെ കഴിച്ച് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് കിടന്നുറങ്ങും. അതൊരു 10-10:30 ആവും എന്തെങ്കിലും കഴിക്കാൻ, ഇലയപ്പം എന്തെങ്കിലും. എനിക്ക് പകലധികം വിശക്കാറില്ല, പക്ഷെ രാത്രി നല്ല വിശപ്പാണ്. അതുകൊണ്ട് തടിയും ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഇനി യോഗയൊക്കെ ചെയ്ത് കുറയ്ക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ടാരോ റീഡിംഗ് ഒക്കെ കണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ പോലും എൻ്റെ കുറച്ച് ടാരോ റീഡിംഗ് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ സ്പേസ് കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് വേണം എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ. ഇലയപ്പം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ചായ ഇട്ട് ഇപ്പോൾ 10 മണിയാവാറായി, കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി.